അടുത്ത് കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. എടുക്കാൻ ലേറ്റായി പോയതാണ്. ഈ സോങ് ഈ സീസണിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു നല്ല മെമ്മറി ആയിട്ടുള്ള ഒരു ഓർമ്മ തന്നെയാണ് ഈ അരവണ പായസമൊക്കെ. ശബരിമലക്കാലമായി അരവണയും മുസ്ലിമുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമായി തുടങ്ങി. ഇങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ചില്ലറ പോസ്റ്റുകൾ കണ്ട സമയത്ത് ആ പോസ്റ്റ് മുഴുവൻ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ പെണ്ണുങ്ങളെ നിങ്ങൾക്കൊന്ന് സ്വർഗത്തിൽ പോട്ടെ എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായിട്ടുണ്ടാവുക. കാരണം സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം അരവണയുമായി ബന്ധപ്പെട്ട് മുസ്ലിമുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം, ഈ അരവണ എന്ന് പറയുന്നത് ശബരിമലയിൽ കിട്ടുന്ന ഒരു പ്രസാദമാണ്. ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കത് വാങ്ങിക്കാൻ കിട്ടും. രണ്ട് സ്ഥലത്താണ് അത് വാങ്ങിക്കാൻ കിട്ടുക. മുകളിൽ നിന്നും താഴെ നമുക്കത് ആ ഒരു അരവണ പായസം വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. രണ്ട് ടേസ്റ്റ് ആണെന്നൊക്കെ പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. വാട്ട് ബി നമ്മുടെ ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗമാണ് ഈ ഒരു അരവണ എന്ന് പറയുന്നത്. നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു അരവണ ആരെങ്കിലും ശബരിമലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവരികയും അത് ക്ലാസ് മുറിയിൽ വിതരണം ചെയ്യുകയും അതോ ആർത്തിയോട് കൂടിയിട്ട് വാരി വലിച്ച് കൈയൊക്കെ ഇട്ടിട്ട് വലിച്ച് കൈകളൊക്കെ മുറിയാവുന്ന വരെ തന്നെ നമ്മളത് കഴിക്കുകയും ചെയ്തിരുന്നു പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നത്. ശബരിമല സീസണായി കഴിഞ്ഞാൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ അരവണ പായസം. സ്കൂളിൽ പഠിക്കുമ്പോൾ തല്ലുകൂടിയിട്ടായാലും ഇതെങ്ങനെയെങ്കിലും ഒരു സ്പൂണെങ്കിലും കഴിക്കും. ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ ഒരൊറ്റ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് പെൺകുട്ടികൾ അവരൊരു ഇസ്ലാം മത വിശ്വാസികളാണ്. അവരൊക്കെ ഇങ്ങനെ അരവണ കഴിക്കുന്ന വീഡിയോസുകളൊക്കെ ആരൊക്കെയോ അവരെ കൂട്ടുകാരൊക്കെ കൂടി ഷെയർ ചെയ്ത സമയത്ത് അതിനടിയിൽ കണ്ട ചില കമന്റുകളുടെ ഭാഗമായിട്ടാണ് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. കമന്റുകൾ എങ്ങനെയാണ്, നിങ്ങളൊക്കെ മുസ്ലിം അല്ലേ, മുസ്ലിമുകൾക്ക് അരവണ കഴിക്കാൻ പാടില്ല, അവര് ഇസ്ലാം എന്ന് അത് ഹറാമായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്കൊന്ന് സ്വർഗത്തിൽ പോകേണ്ട പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞുള്ള ചില കമന്റുകളെ കണ്ടതിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും ഈ ശബരിമല എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വ്രതമെടുത്തിട്ട് ഈസി ആയിട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ഥലമാണെന്നും അത് അയ്യപ്പന്റെയും വാവരുടെയും, അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ഹിന്ദുവിന്റെയും വാവർ എന്ന് പറയുന്ന ഒരു മുസ്ലിം സുഹൃത്തിന്റെയും ഒരു സൗഹൃദത്തിന് കൂടി ഒരു ഇടമാണ് ഈ ശബരിമല എന്ന് ഞാൻ പറയാൻ ശ്രമിച്ചായിരുന്നു. ഇതായിരുന്നു ആകെ മൊത്തം ടോട്ടൽ ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അതിന്റെ താഴത്ത് ചില കമന്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഭീകരവും എന്നാൽ അതേസമയം അത്ഭുതപ്പെടുത്തുന്നതായിട്ടുള്ള ചില കമന്റുകളൊക്കെ അതിനിടയിലുണ്ട്. ലാസ്റ്റ് ആയിട്ട് എനിക്ക് അതിലത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് എന്ന് പറയുന്ന ഒരു കമന്റ് അതിൽ ഒരു സുഹൃത്ത് എഴുതിയിരുന്നു. അത് ഇങ്ങനെയാണ്: I am a Muslim, but I love to have Aravana payasam, Ambalappuzha payasam. So there is nothing wrong in having any payasam from any temple, church, and Gurudwara or a Muslim mosque or dargah. We are living in a country where all religions and castes live together with love and brotherhood. So we should respect all religions and their belief. I am proud to be an Indian. എന്നാണ് ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്നത്. ഞാനൊരു മുസ്ലിം ആണെന്നും ഞാൻ അരവണ പായസവും അമ്പലപ്പുഴ പായസവും ഈവൻ ടെമ്പിളിൽ എന്തെങ്കിലും കിട്ടിയെങ്കിൽ അത് ആണെങ്കിലും ചർച്ചിൽ കിട്ടുകയാണെങ്കിലും ഗുരുദ്വാരയിൽ കിട്ടുകയാണെങ്കിൽ മുസ്ലിം പള്ളിയിൽ കിട്ടുകയാണെങ്കിൽ ദർഗയിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ കഴിക്കും. ഞാൻ ഈ രാജ്യത്താണ് ജീവിക്കുന്നത്. എല്ലാ മതങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം നൽകുന്ന ഈ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. ഈ ഒരു ഇന്ത്യക്കാരനായതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് എന്ന് പറയുന്ന ഒരു എഴുത്ത് ഏതോ ഒരു സുഹൃത്ത് ഏതോ ഒരു വീഡിയോ കണ്ട എൻ്റെ സബ്സ്ക്രൈബർ, എൻ്റെ പ്രിയ സബ്സ്ക്രൈബർ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കമന്റ് ഇട്ടിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നിപ്പോയി. നമ്മുടെ രാജ്യം അത്ര പെട്ടെന്ന് നമ്മൾ നശിക്കില്ല. കേരളം അത്ര പെട്ടെന്നൊന്നും സംഘികൾക്കോ അല്ലെങ്കിൽ ഇസ്ലാമവാദികൾക്കൊന്നും വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ അത് അനുവദിക്കത്തില്ല എന്ന രീതിയിലൊക്കെ എനിക്ക് ഇതിനെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറയാൻ ശ്രമിച്ച ഇത്ര മാത്രമാണ് സുഹൃത്തുക്കളെ. ഈ അരവണ പായസം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ നൊസ്റ്റാൾജിയാണ്, നമ്മുടെ ഇഷ്ടങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ഒപ്പമുള്ള സഹോദരങ്ങളായിട്ടുള്ള ഹിന്ദുക്കള് അമ്പലത്തിൽ പോകുന്നു, അവരവിടെ പോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പായസമാണ്. അത് പൂജിച്ചതല്ലോ എന്നുള്ള സംഗതികളൊക്കെ മാറ്റി വെക്കുക. ഏത് അമ്പലത്തിലായാലും ഏത് പള്ളിയിലത്തെയായാലും ഭക്ഷണമാണ്, ആത്യന്തികമായിട്ട് അത് ഫുഡാണ്. ഈ ഭക്ഷണം കൊണ്ടുവന്നിട്ട് നമുക്ക് കഴിക്കാൻ തരുമെങ്കിൽ അത് വളരെയധികം സന്തോഷത്തോടെ കഴിക്കുകയാണെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒറ്റ ഏകദൈവം എന്നൊക്കെ വിശ്വസിക്കാതെ ഇരിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ മക്കളാണ് ഈ ലോകത്തുള്ള എല്ലാവരും എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദൈവം തന്നെയല്ലേ അങ്ങനത്തെ ഒരു പായസം കൊണ്ടുവരുന്നത്, അതൊരു ഭക്ഷണമല്ലേ എന്ന രീതിയിലേക്ക് നമുക്കത് കഴിക്കാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ സംസാരിച്ചു. പക്ഷേ അപ്പോഴും നമ്മുടെ യൂട്യൂബിലൊക്കെ തപ്പിക്ക് നോക്കി കഴിഞ്ഞാൽ പല ആൾക്കാരും പല മുസ്ലിം പണ്ഡിതന്മാരും ഈ അരവണ പായസം കഴിക്കാൻ പാടില്ലാത്ത എന്തൊരു വലിയ പ്രശ്നമുള്ള സംഗതിയാണ് എന്ന രീതിയിലൊക്കെ പറയാൻ സാധിക്കും. അപ്പോഴും അത്രയൊന്നും തീവ്രവാദപരമല്ലാതെ ചിന്തിക്കുന്ന ആളുകൾ കൂടി നമുക്കിടയിൽ ഉണ്ട് എന്ന് ഞാൻ വീണ്ടും പറയും. ഞാൻ ഇനി കാണിക്കാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം എനിക്ക് അത്ഭുതം തോന്നുന്നൊരു വീഡിയോ ആണ്. ഒരു ശബരിമലയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഏതൊരു അമ്പലത്തിലൊരു പ്രാർത്ഥനയുടെ ഭാഗമാണ്. അവിടെ സ്വാഭാവികമായിട്ടും ശരണവിളി എന്ന് പറയുന്ന പരിപാടി ഉണ്ടാകും.
അത് ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രീതികളുണ്ട്. ഇത്തരത്തിലുള്ള ശരണം വീടുകളൊക്കെ നടക്കും. ഇങ്ങനെ ഏതൊരു അമ്പലത്തില്, ആ അമ്പലത്തിന് തൊട്ടപ്പുറത്ത് എങ്ങാണ്ട് ഏതൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ബാങ്ക് വിളി നടക്കുന്നുണ്ട്. ആ ബാങ്ക് വിളി നടക്കുന്ന കാരണം അതിന് ഒരു തടസ്സം വരുത്തരുത് എന്ന് ചിന്തിക്കുന്ന അയ്യപ്പന്മാർ പോലും ഉണ്ട്. കാരണം അതൊരു സ്നേഹത്തിന് ഒരു ഭാഗമാണെന്നേ. ഞാൻ ആ വീഡിയോ കാണിച്ചിട്ട് ബാക്കി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ബാങ്ക് വിളി. സുഹൃത്തുക്കളെ, ഇവരുടെ കാത്തിരിക്കുന്നത് ശരണം വിളിക്കായി ബാങ്ക് വിളി കഴിയാൻ കാത്തു നിൽക്കുന്ന അയ്യപ്പന്മാർ. ഇതാണ് കേരളം. ഇതാണ് ഒറിജിനൽ കേരളം എന്ന് പറയേണ്ടി വരും. കാരണം അവിടെ അപ്പുറത്ത് ബാങ്ക് വിളിക്കുന്നുണ്ട്, ശല്യമാവരുത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ശരണം വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാത്തിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞില്ലേ എന്നാണ് ആ ഒരു അയ്യപ്പന്മാര് ചോദിക്കുന്നത്. കഴിഞ്ഞു എന്ന് ബോധ്യമായ സമയത്താണ് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറയുന്ന ആ ഒരു ശരണം വിളി അവർ വിളിക്കുന്നത്. നോക്കൂ, അവർക്കറിയാം കേരളം എന്ന് പറയുന്നത്, ഈ ശബരിമല എന്ന് പറയുന്നത് വെറും ഒരു അയ്യപ്പന്റെ പ്രതിഷ്ഠയുണ്ട് അല്ലെങ്കിൽ അയ്യപ്പന്റെ സന്നിധാനമാണ് എന്നത് മാത്രമല്ല, അതൊരു സൗഹൃദത്തിന്റെ കൂടി കഥ, ഒരു മിത്ത് അതിലൂടെ ഇടപഴകി പോയിട്ടുണ്ട്. അത് വാവരുമായിട്ടുള്ള അയ്യപ്പന്റെ സ്നേഹമാണ്. വാവര് പള്ളിയിൽ കയറിയിട്ടാണ് ഇവിടുന്ന് പോകുന്ന ഒട്ടുമിക്ക അയ്യപ്പന്മാരും ഈ ഒരു ശബരിമലയിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മറന്നു പോരുത്. ഇത് ഏറ്റവും രസകരമായിട്ട് നമ്മുടെ രാഹുൽ ഈശ്വറൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ തന്നെ ഒന്ന് താഴത്തോട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത് സുഹൃത്തുക്കളെ, ഭക്ഷണമാണ്. അത് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നാലും അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നാലും എവിടെ നിന്ന് കൊണ്ടുവന്നാലും അതിപ്പോൾ നിയതിച്ചതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൂജ കഴിച്ചതാണോ അല്ലെങ്കിൽ പള്ളിയിൽ അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് കിട്ടിയതാണോ, അതൊന്നൊരു വിഷയമേ അല്ലതേ. നമ്മളെല്ലാവരും മനുഷ്യരാണെന്ന് പറയുന്ന ആത്യന്തികമായ സത്യം മനസ്സിലാക്കി എല്ലാത്തിനെയും, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സുന്ദരമായ മഹാരാജ്യത്താണ് ജീവിക്കുന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി എല്ലാത്തിനെയും ഒരേപോലെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നുണ്ട്. ഇത് ഓർമ്മിപ്പിക്കാനുള്ള ഒറ്റ കാരണം എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ചില വർഗീയ കമന്റുകളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോയുടെ താഴെ അത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. സുഹൃത്തുക്കളെ, അപ്പോൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ അവസാനിപ്പിക്കട്ടെ. ബൈ.